വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനിവിടെ ഒരു അടിപൊളി സൂപ്പർ പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫ്രൂട്ട്സിൻ്റെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നിവിടെ. അപ്പോൾ നമ്മളെല്ലാവരും സാധാ പായസങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഫ്രൂട്ട്സിൻ്റെ പായസം ചിലവരൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുടിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൂട്ട്സിൻ്റെ പായസം ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു പാത്രത്തിൽ ഒരു 250 ml കപ്പിന് ഒരു കപ്പ് സാബുനരിയാണ് ഇവിടെ ഇട്ടത്. ഈ സാബുനരി നമ്മൾ നേരിട്ട് വേവിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതിനായിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാനിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണേ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം വേവാനായിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫ്രൂട്ട്സ് പായസത്തിനുള്ള ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തത്. മാംഗോ, പൈനാപ്പിൾ, ആപ്പിൾ, പഴം, ഇതെല്ലാം നിങ്ങളെടുത്ത് ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളത് അതെല്ലാം എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കാരക്കയും കൂടി എടുക്കണം. അപ്പോൾ നമ്മൾ കാരക്ക ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഞാൻ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ചക്കയും പഴമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നെയ്യിൽ വെച്ച് വഴറ്റിയെടുക്കും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഇത് ജ്യൂസാക്കി ഇതിലേക്ക് ഒഴിക്കുന്നതിലും നല്ലത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നെയ്യിലിങ്ങനെ ഇട്ടിട്ട് വഴറ്റുമ്പം ഇത് കുറേ അലിഞ്ഞു പോവും. പക്ഷേ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സ് പായസത്തിന്. അങ്ങനെ ഞാനിതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും നമ്മൾ അടപ്പായസം കഴിക്കാറുണ്ട്, പാൽപ്പായസം, പിന്നെ ചെറുപയർ പായസം, ചക്ക, പഴം, ഇതിൻ്റെ എല്ലാ പായസവും നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ പായസം കഴിക്കാത്തൊരു അധികം ആൾക്കാരും ഫ്രൂട്ട്സിൻ്റെ പായസം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 3 അച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പം ഞാനിവിടെ സാധാരണ ശർക്കരയൊക്കെ ഉരുക്കി വെക്കാറുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഇതുപോലെ ശർക്കര, എന്തെങ്കിലും നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ശർക്കര ഉരുക്കി വെച്ചത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര ഉരുക്കേണ്ട ആ ടൈം നമുക്ക് ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് തന്നെ ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ഒഴിക്കുക. ഞാനിത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് കട്ടയായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടും. സാധാരണ നമ്മളെ ശർക്കരേൻ്റെ അച്ച് ഉരുക്കി കിട്ടുന്നതിലും എളുപ്പമായിട്ട് ഇത് അത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ല. ഉരുക ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ ചൂട് തട്ടുമ്പോഴേക്ക് ഈ ഉരുക്കിയ ശർക്കര ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം എടുത്താൽ മതി. 3 ആണ് ഈ ശർക്കരയൊക്കെ നന്നായി മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഡേറ്റ്സ് ഇടുന്നുണ്ട്, ആ ഡേറ്റ്സിൻ്റെ മധുരവും കൂടി ഇതിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര കുറയ്ക്കാം. ശർക്കര മധുരം കുറച്ച് കുറവുള്ളവർക്ക് 2 ആണിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതേ സമയം തന്നെ അത് വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് സാധാരണ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്നതിലും കൂടുതൽ അണ്ടിപ്പരിപ്പും മുന്തിരി എടുക്കാൻ നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് പായസം ആകുമ്പം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ ഫ്രൂട്ട്സും ഒക്കെ കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതിലും കൂടുതൽ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇതിലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് 2 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചാൽ നമുക്ക് പായസം എല്ലാം ചെയ്തു വെച്ചാൽ നമുക്ക് പായസത്തിലേക്ക് ഓരോന്ന് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കി കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ഉണ്ടാക്കി വെച്ചത്. ബാക്കിയുള്ള നെയ്യ് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ ശർക്കരയും ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഈ കാരക്കയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് അലിയിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാനുള്ള മാത്രം ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട്
ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നാളികേരപ്പാലിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലിൽ ഉണ്ടാക്കാം. പക്ഷേ പശുവും പാലിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ചിലപ്പോൾ പുളിയുള്ള പൈനാപ്പിളൊക്കെ കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ നാളികേരപ്പാലിൽ തന്നെ ചെയ്ത് നോക്കുക. അതാണ് നല്ല ടേസ്റ്റും ഈ പായസത്തിന്. അങ്ങനെ രണ്ടാം പാൽ ഇട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറുകി വരണം. ഇത് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ഇതൊന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്തൊക്കെ നമുക്ക് പായസത്തിന് മധുരമൊക്കെ നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കരയൊക്കെ ഉരുക്കി വെച്ചാൽ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരമാണിത്. നമുക്ക് ശർക്കര ആവശ്യത്തിന് കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ശർക്കര പാവ അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ശർക്കര ഒഴിക്കേണ്ട ബുദ്ധിമുട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ട് പിന്നെ നമുക്ക് ഈ എടുത്തു വെച്ച സാബൂനരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബൂനരിയും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ ഗ്യാസ് ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. പിന്നെ വലിയ ഉരുളിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്യാസിൽ വെക്കുമ്പം കുറച്ച് ഫ്ലെയിം പോരാതെ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. കുറച്ച് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഇളക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്പീഡിൽ തന്നെ കത്തിച്ചിട്ട് നിങ്ങൾക്ക് പായസം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടോ ഒരുവിധമൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ചില ഫ്രൂട്ട്സൊക്കെ അതുപോലെ കഷ്ണം പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചതാണ്. ഒരു 1.5 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി. പിന്നെ നെയ്യ് നിങ്ങൾക്ക് വഴറ്റുമ്പോൾ 2, 3, 4 പ്രാവശ്യമൊക്കെ ആയിട്ട് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ ഈ നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. ഞാൻ അത്രമാത്രം ഒന്നും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നെയ്യൊക്കെ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴം ചക്കയൊക്കെ വരട്ടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുമ്പോൾ അതൊക്കെ നന്നായി ഒഴിക്കുക കേട്ടോ നെയ്യ്. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നിടത്തോളം നല്ല ടേസ്റ്റാണ് പായസത്തിന് ഉണ്ടാവുക. അങ്ങനെ ഏകദേശം നമ്മളെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1-ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് 1-ാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ മിക്സ് എല്ലാ സ്ഥലത്തേക്ക് എത്തക്കത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇളക്കുക. പിന്നെ 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് തിളച്ച് പോകരുത്. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഓർമ്മ വേണം, ഇല്ലെങ്കിൽ നമ്മൾ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പിന്നെ അത് പെട്ടെന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ചെറുതായിട്ട് നല്ല ചൂടും വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടും വരണം, ചെറുതായിട്ടൊന്ന് ബബിൾസും വരണം. അപ്പോഴേക്കും നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടി ഇടാനുണ്ട്. അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ലാസ്റ്റ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാ മിക്സും റെഡി ആയിട്ട് നല്ല പായസമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉരുളിയിൽ വെക്കുന്നതോണം ഒന്നും കൂടി വറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത്ര കട്ടി വേണ്ടാന്നുള്ളവർക്ക് കുറച്ചും കൂടി ലൂസാകുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പായസം അതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കോരി കഴിക്കാവുന്ന ഒരു ഇതിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.